എവ്രിവൺ. അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് സോളാർ സിസ്റ്റം ആണ്. നമ്മൾ ചെറിയ ക്ലാസ് മുതലേ പഠിക്കുന്ന ഒരു ടോപ്പിക് ആണല്ലേ സോളാർ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് നമ്മുടെ SSC RRB എക്സാംസിന് ഒരുപാട് ക്വസ്റ്റ്യൻസ് എല്ലാ പ്രാവശ്യവും വരാറുണ്ട്. അപ്പൊ ഇതിനെ കുറച്ച് ഇമ്പോർട്ടന്റ് പോയിന്റ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പൊ ആദ്യം തന്നെ എന്താണ് സോളാർ സിസ്റ്റം എന്ന് എല്ലാവർക്കും അറിയാല്ലേ. ഈ ഒരു സോളാർ സിസ്റ്റം എങ്ങനെ ഒറിജിൻ ചെയ്തു? യൂണിവേഴ്സ് ഒറിജിൻ ചെയ്തതിന് ഒരുപാട് തിയറീസ് ഉണ്ടല്ലേ, നമ്മൾ പഠിച്ചതാണ്. അതുപോലെ തന്നെ സോളാർ സിസ്റ്റം ഒറിജിൻ ചെയ്തതിനും ഒരു മെയിൻ തിയറി പറയുന്നുണ്ട്. അതാണ് നെബുലാർ തിയറി. നെബുലാർ തിയറി പ്രൊപ്പോസ് ചെയ്തത് ഇമാനുവൽ കാന്റ് എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റ് ആണ്. അപ്പൊ ഈ നെബുലാർ തിയറി എന്താണ് പറയുന്നത്? നമുക്ക് എല്ലാവർക്കും അറിയാം, നെബുലസ് ഇറ്റ്സ് എ ജയന്റ് ക്ലൗഡ് ഓഫ് ഡസ്റ്റ് ആൻഡ് ഗ്യാസസ്. ഈ നെബുലസ് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് അതിങ്ങനെ പരക്കാൻ തുടങ്ങി, അത് ഫ്ലാറ്റ് ആയിട്ട് മാറി. അപ്പം ആ റൊട്ടേഷന്റെ ഭാഗമായിട്ട് അതിന്റെ സെന്ററിൽ ഒരു ഒരു എനർജി ഫോം ചെയ്തു. അവിടെയാണ് നമ്മുടെ സൺ ഫോം ചെയ്യുന്നത്. അതിന് ശേഷമാണ് ബാക്കിയുള്ള പ്ലാനറ്റ്സും ആസ്ട്രോയിഡ്സും മീറ്റേഴ്സും ഒക്കെ ഫോം ചെയ്ത് നമ്മൾ ഇന്ന് കാണുന്ന സോളാർ സിസ്റ്റമായിട്ട് മാറിയത് എന്നാണ് നെബുലാർ തിയറി പറയുന്നത്. അപ്പൊ ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള വേറൊരു തിയറി ഉണ്ട്, അതാണ് ഹീലിയോസെൻട്രിക് തിയറി. ഹീലിയോസെൻട്രിക് തിയറി പ്രൊപ്പോസ് ചെയ്തത് നിക്കോളാസ് കോപ്പർനിക്കസ് ആണ് ഇൻ ദ 16th സെഞ്ചുറി. 16th സെഞ്ചുറിയിൽ നിക്കോളാസ് കോപ്പർനിക്കസ് ആണ് ഈ ഹീലിയോസെൻട്രിക് തിയറി പ്രൊപ്പോസ് ചെയ്തത്. അപ്പൊ ഈ പേര് പോലെ തന്നെ ഹീലിയോസെൻട്രിക്, നമ്മുടെ സോളാർ സിസ്റ്റത്തിന്റെ സെന്റർ എന്ന് പറയുന്നത് സൺ ആണ് എന്നാണ് ഹീലിയോസെൻട്രിക് തിയറി പറയുന്നത്. അപ്പം സോളാർ സിസ്റ്റത്തിന്റെ സെന്റർ എന്ന് പറയുന്നത് സൺ ആണ്. ആ സണ്ണിനെയാണ് ബാക്കിയുള്ള പ്ലാനറ്റ്സ് റിവോൾവ് ചെയ്യുന്നത് എന്നാണ് ഹീലിയോസെൻട്രിക് തിയറി പറയുന്നത്. അപ്പൊ ഈ ഒരു തിയറിയെ കുറച്ച് സയന്റിസ്റ്റ് പിന്നീട് സപ്പോർട്ട് ചെയ്യുകയുണ്ടായി. അത് ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഗലീലിയോ ഗലീലി, കെപ്ലർ, ന്യൂട്ടൺ. ഈ 3 സയന്റിസ്റ്റ് ആണ് പിന്നീട് ഈ ഒരു തിയറിയെ സപ്പോർട്ട് ചെയ്തത്. അതുപോലെ തന്നെ ദിസ് തിയറി ലെയ്ഡ് ദ ഫൗണ്ടേഷൻ ഓഫ് മോഡേൺ ആസ്ട്രോണമി. മോഡേൺ ആസ്ട്രോണമിയുടെ ഫൗണ്ടേഷൻ എന്ന് പറയുന്ന ഒരു തിയറിയാണ് ഹീലിയോസെൻട്രിക് തിയറി എന്ന് പറയുന്നത്. ആരുടെ തിയറിയാണ് ഓർക്കുക? നിക്കോളാസ് കോപ്പർനിക്കസ്. ഓക്കെ, അടുത്തതായിട്ട് നമുക്ക് സണ്ണിനെ കുറിച്ചുള്ള കുറച്ച് ഫാക്ട്സ് നോക്കാം. നമുക്ക് എല്ലാവർക്കും അറിയാം, സൺ ഈസ് ദ സെന്റർ ഓഫ് ദ സോളാർ സിസ്റ്റം. നമ്മുടെ സോളാർ സിസ്റ്റത്തിനെ ഇങ്ങനെ ചേർത്ത് നിർത്തുന്നത് സണ്ണാണ്. ഈ സണ്ണിന്റെ പ്രായം എന്ന് പറയുന്നത് 4.5 ബില്യൺ ഇയേഴ്സ് ആണ്. 4.5 ബില്യൺ ഇയേഴ്സ് ആണ് സണ്ണിന്റെ പ്രായം എന്ന് പറയുന്നത്. അടുത്ത ഒരു 5 ബില്യൺ ഇയേഴ്സിൽ സൺ ഒരു റെഡ് ജെയിന്റ് ആയിട്ട് മാറും എന്നാണ് പറയുന്നത്. അപ്പൊ അടുത്ത 5 ബില്യൺ ഇയേഴ്സിൽ സൺ ഒരു റെഡ് ജെയിന്റ് ആയിട്ട് മാറുമെങ്കിൽ ഇപ്പോഴത്തെ സണ്ണിന്റെ സ്റ്റേജ് എന്താണ്? സൺ ഈസ് ഇൻ ഇറ്റ്സ് മെയിൻ സീക്വൻസ് സ്റ്റാർ സ്റ്റേജ്. മെയിൻ സീക്വൻസ് സ്റ്റാർ സ്റ്റേജിലാണ് സൺ ഇപ്പോൾ ഉള്ളത്. ഓക്കെ, അതിനുശേഷം റെഡ് ജെയിന്റ് ആയിട്ട് മാറുമെന്നാണ് പറയുന്നത്. ആ റെഡ് ജെയിന്റ് എന്ന് പറയുന്ന സ്റ്റേജും കഴിഞ്ഞ് പിന്നീട് വരാൻ പോകുന്ന സ്റ്റേജ് ആണ് വൈറ്റ് ഡ്വാർഫ് സ്റ്റാർ എന്ന് പറയുന്നത്. വൈറ്റ് ഡ്വാർഫ് സ്റ്റാർ ആയിട്ട് സൺ പിന്നീട് മാറും എന്നാണ് പറയുന്നത്. അടുത്തതായിട്ട് സണ്ണിന്റെ ഏറ്റവും അടുത്തുള്ള സ്റ്റാർ ഏതാണ്? പ്രോക്സിമ സെന്റോറി. സണ്ണിന്റെ ഏറ്റവും അടുത്തുള്ള ക്ലോസസ്റ്റ് ആയിട്ടുള്ള നൈബർ സ്റ്റാർ ആണ് പ്രോക്സിമ സെന്റോറി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സണ്ണിൽ നിന്ന് ഭൂമിയിലേക്ക് സൺലൈറ്റിന് ട്രാവൽ ചെയ്യാൻ എടുക്കുന്ന സമയമാണ് 8 മിനിറ്റ് 20 സെക്കൻഡ് എന്ന് പറയുന്നത്. അപ്പൊ 8 മിനിറ്റ് 20 സെക്കൻഡ് എടുത്താണ് സണ്ണിൽ നിന്ന് സൺലൈറ്റ് ഭൂമിയിലേക്ക് എത്തുന്നത്. അപ്പൊ ഇത്രയും പോയിന്റ്സ് എല്ലാവരും ഒന്ന് ഓർത്തിരിക്കുക. സണ്ണിനെ കുറിച്ചുള്ള കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് ആണിത്. അടുത്തതായിട്ട് സണ്ണിന്റെ സ്ട്രക്ചർ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, സണ്ണിന്റെ സെന്റർ പോർഷനെ പറയുന്ന പേരാണ്, ഈ ഒരു സെന്റർ പോർഷനിലെ പറയുന്ന പേരാണ് കോർ. സണ്ണിന്റെ കോർ എന്ന് പറയുന്നത്, ഈ കോറിലാണ് റേഡിയോ ആക്റ്റീവ് സോൺ അതുപോലെ കൺവെക്റ്റീവ് സോണും ഉള്ളത്. ഓക്കെ, ഇത് സണ്ണിന്റെ ഇന്നർ പോർഷൻ ആണ്. അടുത്ത് നമുക്ക് വിസിബിൾ ആയി തുടങ്ങുന്ന പോർഷൻ ആണ് ഫോട്ടോസ്ഫിയർ. അപ്പൊ ഈ ഒരു പോർഷൻ മുതലാണ് സണ്ണിനെ നമുക്ക് വിസിബിൾ ആയി തുടങ്ങുന്നത്. ഫോട്ടോസ്ഫിയറിന് ചുറ്റും ഒരു തിൻ ലെയർ ഉണ്ട്, അതാണ് ക്രോമോസ്ഫിയർ. പിന്നെ അതിന്റെ ഏറ്റവും ഔട്ടർ മോസ്റ്റ് ലെയർ ആണ് കൊറോണ എന്ന് പറയുന്നത്. കൊറോണ. അപ്പൊ ഈ കൊറോണ എന്ന് പറയുന്ന പേര് സണ്ണിന്റെ ഔട്ടർ മോസ്റ്റ് ലെയറിന് എങ്ങനെ വന്നു? കൊറോണ ആക്ച്വലി ഒരു ലാറ്റിൻ വേർഡ് ആണ്. ആ വേർഡിന്റെ മീനിങ് എന്ന് പറയുന്നത് ക്രൗൺ, കിരീടം എന്നാണ്. അപ്പൊ നമ്മൾ സോളാർ എക്ലിപ്സിന്റെ ഒക്കെ ടൈമില് ഒരു കിരീടം പോലെ, ഒരു റിങ് പോലെ ഒരു ബീം ഓഫ് ലൈറ്റ് കാണാറില്ലേ? അത് ശരിക്കും ഈ കൊറോണയാണ് നമ്മൾ കാണുന്നത് സോളാർ എക്ലിപ്സിന്റെ ടൈമില്. അതുകൊണ്ടിട്ടാണ് ആ ഒരു റിങ് ക്രൗൺ പോലെ ഇരിക്കുന്നത് കൊണ്ടാണ് ഈ ഒരു പോർഷന്, ഈ ഒരു ഔട്ടർ പോർഷന് കൊറോണ എന്ന് ഉള്ള ഒരു പേര് കൊടുത്തിട്ടുള്ളത്. അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണല്ലേ. ഓക്കെ, നമുക്ക് അടുത്തത് ഇതിനെ കുറിച്ചുള്ള കുറച്ച് ഇമ്പോർട്ടന്റ് പോയിന്റ്സ് നോക്കാം.
The solar atmosphere is made up of the photosphere. സോളാർ അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത് ഫോട്ടോസ്ഫിയർ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഫോട്ടോസ്ഫിയർ ആണ് സണ്ണിന്റെ സോളാർ അറ്റ്മോസ്ഫിയറിനെ മെയിൻ ആയിട്ട് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. രണ്ടാമത്തേത് ഷോർട്ട് ബസ്റ്റ് ഓഫ് എനർജി അറൈസിംഗ് ഫ്രം ദ സൺസ് ഫോട്ടോസ്ഫിയർ ഈസ് കോൾഡ് സോളാർ ഫ്ലെയർസ്. സണ്ണിൽ ഇടയ്ക്കിടയ്ക്ക് ചെറിയ ഒരു ബസ്റ്റ് ഔട്ട് ടൈം ഉണ്ടാവും, ചെറിയ പൊട്ടിത്തെറികൾ ഉണ്ടാവും. ആ ഒരു പൊട്ടിത്തെറികളെ പറയുന്ന പേരാണ് സോളാർ ഫ്ലെയർസ് എന്ന് പറയുന്നത്. അടുത്തതായിട്ട് സണ്ണിൽ ഉണ്ടാവുന്ന ചെറിയ ടെമ്പററി ഡാർക്കർ റീജിയൻസ് ആർ കാൾഡ് സൺസ്പോട്ട്. സണ്ണിന്റെ ഫോട്ടോസ് നോക്കിയാൽ നമുക്കറിയാം ചെറിയ ചെറിയ ഒരു ഡാർക്കർ റീജിയൻസ് ഉണ്ടല്ലേ, ആ ടെമ്പററി ഡാർക്ക് സ്പോട്സിനെ പറയുന്ന പേരാണ് സൺസ്പോട്ട് എന്ന് പറയുന്നത്. അടുത്തതായിട്ട് അടുത്തൊരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്, സണ്ണിൽ ഏറ്റവും കൂടുതലുള്ള ഗ്യാസസ് ഏതൊക്കെയാണ്? സണ്ണിൽ ഏറ്റവും കൂടുതലുള്ള ഗ്യാസ് ആണ് ഹൈഡ്രജൻ 70%, അതുപോലെ ഹീലിയം 28%. ഈ രണ്ട് ഗ്യാസസ് ആണ് സണ്ണിൽ ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്നത്. ഇത് മാത്രമല്ലാണ്ട് വേറെയും ചില ഗ്യാസസും എലമെന്റ്സും ഒക്കെ ചെറിയ ക്വാണ്ടിറ്റീസിലുണ്ട്. ഓക്സിജൻ, കാർബൺ ഡയോക്സൈഡ്, അതുപോലെ എലമെന്റ്സ് ആയിട്ടുള്ള നിയോൺ, ആർഗൺ, ഇതെല്ലാം സണ്ണിൽ ചെറിയ ചെറിയ ക്വാണ്ടിറ്റീസിൽ അടങ്ങിയിട്ടുണ്ട്. പക്ഷെ ഏറ്റവും കൂടുതൽ ഉള്ളത് ഹൈഡ്രജനും ഹീലിയവുമാണ്. ഓക്കെ, അടുത്തതായിട്ട് സോളാർ എനർജി ഈസ് ക്രിയേറ്റഡ് ബൈ ന്യൂക്ലിയർ ഫ്യൂഷൻ. ന്യൂക്ലിയർ ഫ്യൂഷന്റെ ഭാഗമായിട്ട്, ആ ഒരു പ്രോസസ്സിന്റെ ഭാഗമായിട്ട് ആണ് സണ്ണിന്റെ ഹീറ്റും ലൈറ്റും എനർജി ആയിട്ട് റിലീസ് ചെയ്യുന്നത്. ഓക്കെ, അടുത്തത് രണ്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടേംസ് ആണ് പെരിഹീലിയൻ ആൻഡ് അപ്ഹീലിയൻ. അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം എല്ലാ പ്ലാനറ്റ്സും ഒരു ഓർബിറ്റിലൂടെയാണ് സണ്ണിനെ റിവോൾവ് ചെയ്യുന്നത്. ആ ഒരു ഓർബിറ്റ് ഇങ്ങനെ പോകുന്ന സമയത്ത് അത് സർക്കുലർ ഷേപ്പ് അല്ല. അതുകൊണ്ട് തന്നെ സണ്ണിൽ നിന്ന് അതിന്റെ ഓരോ പോയിന്റ്സിലേക്കുള്ള ദൂരം വ്യത്യാസം വരും. അപ്പൊ സണ്ണിൽ നിന്ന് ഏറ്റവും അകലത്തുള്ള ഒരു ഫാർത്തസ്റ്റ് പോയിന്റിനെ പറയുന്ന പേരാണ് അപ്ഹീലിയൻ. നമ്മൾ ഓർബിറ്റിൽ ഓരോ പ്ലാനറ്റും റിവോൾവ് ചെയ്യുന്ന സമയത്ത് സണ്ണിൽ നിന്നും ഏറ്റവും അകലെ വരുന്ന ഒരു പോയിന്റിനെ പറയുന്ന പേരാണ് അപ്ഹീലിയൻ. അതുപോലെ ഏറ്റവും അടുത്ത് വരുന്ന ഓർബിറ്റിലുള്ള പോയിന്റ് ആണ് പെരിഹീലിയൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ രണ്ട് പോയിന്റും, രണ്ട് വേർഡ്സ് നിങ്ങൾ ഓർത്തിരിക്കുക, പെരിഹീലിയൻ ആൻഡ് അപ്ഹീലിയൻ. അടുത്തതായിട്ട് നമ്മൾ സണ്ണിനെ പഠിച്ചു, സണ്ണിനെ കുറിച്ചുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് നോക്കി. അടുത്തതായിട്ട് നമുക്ക് പ്ലാനറ്റ്സിനെ കുറിച്ച് നോക്കാം. അപ്പൊ പ്ലാനറ്റ്സിനെ കുറിച്ച് പറയുമ്പോൾ ആദ്യം തന്നെ നമുക്ക് 8 പ്ലാനറ്റ്സ് ആണല്ലേ ഉള്ളത്. അതില് ഇന്നർ പ്ലാനറ്റ്സും ഉണ്ട്, ഔട്ടർ പ്ലാനറ്റ്സും ഉണ്ട്. അപ്പം ഈ ചെറിയ പ്ലാനറ്റ്സ് ആണ് ഇന്നർ പ്ലാനറ്റ്സ് അല്ലെങ്കിൽ ടെറസ്ട്രിയൽ പ്ലാനറ്റ്സ് എന്ന് പറയുന്നത്. അതിനുശേഷം വരുന്ന ഈ ജയന്റ് പ്ലാനറ്റ്സ് ആണ് ഔട്ടർ പ്ലാനറ്റ്സ് അല്ലെങ്കിൽ ജോവിയൻ പ്ലാനറ്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഇനി ഓരോ പ്ലാനറ്റ്സിനെ കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ആദ്യം തന്നെ മെർക്കുറി ആണ് നമ്മുടെ ഏറ്റവും ആദ്യത്തെ, സണ്ണിനോട് ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള പ്ലാനറ്റ് ആണ് മെർക്കുറി. അതുപോലെ തന്നെ ഏറ്റവും സ്മാളസ്റ്റ് ആയിട്ടുള്ള പ്ലാനറ്റ് ആണ്. പിന്നെ അതൊരു റോക്കി പ്ലാനറ്റ് ആണ്, അതുകൊണ്ട് തന്നെയാണ് അതിനെ ടെറസ്ട്രിയൽ പ്ലാനറ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ മെർക്കുറിയിൽ അറ്റ്മോസ്ഫിയർ ഇല്ല, അതുപോലെ തന്നെ തിൻ ആയിട്ടുള്ള ഒരു എക്സോസ്ഫിയർ ആണുള്ളത്. അത് മാത്രമല്ല, അത് കൂടുതലും അടങ്ങിയിട്ടുള്ളത് ഓക്സിജൻ, സോഡിയം, ഹൈഡ്രജൻ, ഹീലിയം, പൊട്ടാസ്യം. അപ്പൊ ഇത്രയും എലമെന്റ്സ് ആണ് മെർക്കുറിയിൽ കൂടുതലായിട്ടും കാണാനായിട്ട് സാധിക്കുന്നത്. അടുത്തതായിട്ട് മെർക്കുറിക്ക് മൂണില്ല. മൂണെന്ന് പറയുന്നത് നാച്ചുറൽ സാറ്റലൈറ്റ് ആണ്. അപ്പൊ മെർക്കുറിക്ക് മൂണില്ല. അതുപോലെ തന്നെ മെർക്കുറിയിലെ ഒരു ദിവസം എന്ന് പറയുന്നത് നമ്മുടെ 59 ദിവസമാണ്. എർത്തിലുള്ള 59 ദിവസമാണ് മെർക്കുറിയുടെ ഒരു ദിവസം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ എർത്തുമായിട്ട് ഏറ്റവും അടുത്ത് കിടക്കുന്ന പ്ലാനറ്റ് ആണ് മെർക്കുറി എന്ന് പറയുന്നത്. അപ്പൊ എർത്തുമായിട്ട് ഏറ്റവും ക്ലോസസ്റ്റ് ആയിട്ടുള്ള സ്റ്റാർ ഏതാണ്? അത് സൺ. അപ്പൊ എർത്തുമായിട്ട് ഏറ്റവും കൂടുതൽ ക്ലോസ് ആയിട്ടുള്ള പ്ലാനറ്റ് ഏതാണ്? അത് നമ്മുടെ മെർക്കുറിയാണ്. അടുത്തതായിട്ട് വീനസ്. നമ്മുടെ രണ്ടാമത്തെ പ്ലാനറ്റ് ആണല്ലേ വീനസ് എന്ന് പറയുന്നത്. വീനസ് ആണ് ഹോട്ടസ്റ്റ് പ്ലാനറ്റ്. അപ്പൊ നിങ്ങൾ ആലോചിക്കും, മെർക്കുറി അല്ലേ സണ്ണുമായിട്ട് ഏറ്റവും അടുത്ത് കിടക്കുന്നത്, പിന്നെ എങ്ങനെയാണ് വീനസ് ഹോട്ടസ്റ്റ് പ്ലാനറ്റ് ആയിട്ട് മാറിയത്? അതിനൊരു കാരണമുണ്ട്. സണ്ണില് കുറച്ച് ഗ്രീൻ ഹൗസ് ഗ്യാസ് ആയിട്ടുള്ള കാർബൺ ഡയോക്സൈഡ്, അതുപോലെ തന്നെ സൾഫ്യൂരിക് ആസിഡിന്റെ ക്ലൗഡ്സ് അടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഗ്രീൻ ഹൗസ് ഗ്യാസ് അവിടെ ഉള്ളത് കൊണ്ടാണ് ഹോട്ടസ്റ്റ് പ്ലാനറ്റ് ആയിട്ട് ആര് മാറിയത്? വീനസ് മാറിയത്. അതുപോലെ തന്നെ മെർക്കുറിയെ പോലെ തന്നെ
ഇതിലും മൂൺസ് ഒന്നുമില്ല. വീനസിനും മൂൺസ് ഇല്ല. അതുപോലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യം, ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് വീനസ് കറങ്ങുന്നത്. നമ്മുടെ എർത്ത് നമുക്കറിയാം വെസ്റ്റ് ടു ഈസ്റ്റ് ആണല്ലേ എർത്ത് കറങ്ങുന്നത്. പക്ഷേ വീനസ് എന്ന് പറയുന്നത് അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ, ഈസ്റ്റ് ടു വെസ്റ്റ് ആണ് ആര് കറങ്ങുന്നത്? വീനസ് കറങ്ങുന്നത്. അതുപോലെ തന്നെ നമ്മുടെ എർത്തുമായിട്ട് ഏകദേശം സിമിലർ സൈസ് ആണ് വീനസിനുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനെ എർത്തിന്റെ ട്വിൻ എന്ന് വിളിക്കും, അതുപോലെ തന്നെ കുറച്ച് നിക്നെയിംസ് ആണ്, ലൂസിഫർ, ഈവനിങ് സ്റ്റാർ, മോർണിംഗ് സ്റ്റാർ. അപ്പൊ ഇത്രയും നിക്നെയിംസ് ആണ് ആർക്കുള്ളത്? വീനസിനുള്ളത്. എർത്തിന്റെ ട്വിൻ ആണ്, ലൂസിഫർ, ഈവനിങ് സ്റ്റാർ, മോർണിംഗ് സ്റ്റാർ. അപ്പൊ ഇതൊക്കെയാണ് വീനസിനുള്ള മറ്റു പേരുകൾ. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫുൾ ഓഫ് ഗ്രീൻ ഹൗസ് ഗ്യാസ്, കാർബൺ ഡയോക്സൈഡ് ആൻഡ് ക്ലൗഡ്സ് ഓഫ് സൾഫ്യൂരിക് ആസിഡ്. അപ്പൊ ഇത് തന്നെയാണ് ഹോട്ടസ്റ്റ് പ്ലാനറ്റ് ആയിട്ട് വീനസിനെ മാറ്റാനുള്ള കാരണം. അതുപോലെ തന്നെ വീനസിലെ ഒരു ദിവസം എന്ന് പറയുന്നത് 243 എർത്ത് ഡേയ്സ് ആണ്. നമ്മുടെ 243 ദിവസം, ഏകദേശം ഒരു വർഷം വരും അല്ലേ വീനസിലെ ഒരു ദിവസം എന്ന് പറയുന്നത്. അപ്പൊ അത്രയും സ്ലോ ആയിട്ടാണ് വീനസ് റൊട്ടേറ്റ് ചെയ്യുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ അടുത്തതായിട്ട് എർത്ത് നമ്മുടെ പ്ലാനറ്റ് അല്ലേ. എർത്ത് എന്ന് പറയുന്നത് ബ്ലൂ പ്ലാനറ്റ് ആണ്. അതുപോലെ തന്നെ എന്തുകൊണ്ടാണ് എർത്തിനെ ബ്ലൂ പ്ലാനറ്റ് എന്ന് പറയുന്നത്? എർത്തിൽ ഏറ്റവും കൂടുതലുള്ളത് 70% ഉള്ളത് വാട്ടർ ആണ്. 70% വാട്ടർ ആണ്. അതുപോലെ തന്നെ എർത്തിന് ഒരു മൂണുണ്ട്. ആകെ ഒരു മൂണുള്ള ഒരേ ഒരു പ്ലാനറ്റ് ആണ് എർത്ത് എന്ന് പറയുന്നത്. എർത്തിന് ഒരു നാച്ചുറൽ സാറ്റലൈറ്റ് ആയിട്ടുള്ള മൂണുണ്ട്. അതുപോലെ തന്നെ എർത്ത് ഒരു റൊട്ടേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന ടൈം നമുക്ക് എല്ലാവർക്കും അറിയാം 24 hours ആണ്. അതുപോലെ തന്നെ ഒരു റെവല്യൂഷൻ കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന ടൈം 365 days ആണ്. അപ്പൊ ഇതൊക്കെയാണ് എർത്തിനെ കുറിച്ചുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ്. നമ്മൾ എർത്തിനെ കുറിച്ച് അല്ലാതെ സ്പെസിഫൈ ചെയ്ത് വേറെ പഠിക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ ഇത്രയും ഓർത്തിരിക്കുക. അടുത്തത് മാഴ്സ്. അടുത്ത നമുക്ക് മാർസിനെ കുറിച്ച് പഠിക്കാം. മാർസ് അറ്റ്മോസ്ഫിയർ ഹാസ് ക്ലൗഡ്സ് ആൻഡ് വിൻഡ്സ്. അപ്പം ക്ലൗഡ്സും വിൻസും ഒക്കെ ഉള്ള ഒരു അറ്റ്മോസ്ഫിയർ ആണ് ആർക്കുള്ളത്? മാർസിനുള്ളത്. നോൺ ആസ് എ റെഡ് പ്ലാനറ്റ് ഡ്യൂ ടു ഇറ്റ്സ് റെഡിഷ് അപ്പിയറൻസ് കോസ്ഡ് ബൈ അയൺ ഓക്സൈഡ്. അയൺ ഓക്സൈഡ് എന്ന് പറഞ്ഞാൽ എന്താ? റസ്റ്റ്. അപ്പൊ റസ്റ്റിന്റെ പ്രസൻസ് ഉള്ളത് കൊണ്ട് തന്നെ ഒരു റെഡ് കളറിലാണ് നമ്മൾ മാർസിനെ കാണാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ മാർസിനെ പറയുന്ന മറ്റൊരു പേരാണ് റെഡ് പ്ലാനറ്റ് എന്ന് പറയുന്നത്. ഹാഫ് ദ സൈസ് ഓഫ് ദ എർത്ത്, സെക്കൻഡ് സ്മോളസ്റ്റ് പ്ലാനറ്റ് ഇൻ ദ സോളാർ സിസ്റ്റം. അപ്പൊ സ്മോളസ്റ്റ് പ്ലാനറ്റ് ആരാണ്? മെർക്കുറി ആണ്. സെക്കൻഡ് സ്മോളസ്റ്റ് പ്ലാനറ്റ് ആണ് മാർസ് എന്ന് പറയുന്നത്. അതിന് എർത്തിന്റെ ഹാഫ് സൈസേ ഉള്ളൂ. എർത്തിന്റെ പകുതിയാണ് ആരെന്ന് പറയുന്നത്? മാർസ് എന്ന് പറയുന്നത്. അപ്പൊ എർത്തിന്റെ സെയിം സൈസ് ഉള്ള ആൾ ആരാണ്? അത് വീനസ് ആണ് അല്ലേ. അടുത്തതായിട്ട് ഒളിമ്പസ് മോൺസ് ടോളസ്റ്റ് വോൾക്കാനോ ഇൻ ദ സോളാർ സിസ്റ്റം. സോളാർ സിസ്റ്റത്തിലെ ഏറ്റവും ടോളസ്റ്റ് ആയിട്ടുള്ള വോൾക്കാനോ എവിടെയാണ്? ഒളിമ്പസ് മോൺസ്. അത് എവിടെയാണ്? മാർസിലാണ്. അതിന്റെ പേര് മറക്കണ്ട. ടോളസ്റ്റ് വോൾക്കാനോ ആരാണ്? ഒളിമ്പസ് മോൺസ്. അത് എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്? മാർസിലാണ്. മാർസ് ഓർബിറ്റർ മിഷൻ ഓർ മംഗൾയാൻ 2014. അപ്പം മാർസിലേക്ക് ഉണ്ടായിരുന്ന ആ ഒരു ചൊവ്വ ദൗത്യം നമുക്കറിയാലേ 2014 മംഗൾയാൻ മിഷൻ ആണ്. അപ്പൊ ആ ഒരു മിഷന്റെയും റിസർച്ചിന്റെയും ഒക്കെ ഭാഗമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ ഒരു കാര്യം, മാർസിൽ പണ്ട് ഫ്ലഡ്സ് ഉണ്ടായതിന്റെ കുറച്ച് എവിഡൻസ് അവിടെ നിന്ന് കിട്ടി. സോൾട്ടി വാട്ടറിന്റെ എവിഡൻസ് കിട്ടി. അപ്പൊ അതിൽ നിന്ന് മാർസിൽ ഫ്ലഡ്സ് ഉണ്ടായി എന്നാണ് ശാസ്ത്രജ്ഞർ മനസ്സിലാക്കിയത്. അടുത്തതായിട്ട് ജൂപ്പിറ്റർ. അപ്പൊ നമ്മള് ഔട്ടർ പ്ലാനറ്റ്സിലേക്ക് വന്നു. ജൂപ്പിറ്റർ എന്ന് പറയുന്നത് ഒരു ഔട്ടർ പ്ലാനറ്റ് ആണ്. അതുപോലെ തന്നെ മറ്റൊരു പേരാണ് ജോവിയൻ പ്ലാനറ്റ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ജോവിയൻ പ്ലാനറ്റ്സിലെ ഫസ്റ്റ് പ്ലാനറ്റ് ആണ് ജൂപ്പിറ്റർ. ജോവിയന്റെ മീനിങ് എന്ന് പറഞ്ഞാൽ ജൂപ്പിറ്റർ ലൈക്ക്, ജൂപ്പിറ്ററിനെ പോലെ എന്നാണ് ജോവിയൻ എന്ന് പറയുന്ന വേർഡിന്റെ അർത്ഥം. അപ്പൊ ജൂപ്പിറ്റർ ആണ് നമ്മുടെ സോളാർ സിസ്റ്റത്തിലെ ഏറ്റവും വലിയ പ്ലാനറ്റ് എന്ന് പറയുന്നത്. ബിഗ്ഗസ്റ്റ് പ്ലാനറ്റ് ആണ് ജൂപ്പിറ്റർ. ഗ്യാസ് ജെയിന്റ് മെയ്ഡ് ഓഫ് ഹൈഡ്രജൻ ആൻഡ് ഹീലിയം. ഹൈഡ്രജനും ഹീലിയവും കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു വലിയ ഗ്യാസ് ജൈന്റ് ആണ് ആരെന്ന് പറയുന്നത്? ജൂപ്പിറ്റർ എന്ന് പറയുന്നത്.
ജൂപ്പിറ്ററിന് റിങ്സ് ഉണ്ട്, ബട്ട് ദേ ആർ വെരി ഹാർഡ് ടു സീ. അപ്പൊ നമ്മുടെ ഔട്ടർ പ്ലാനറ്റ്സ് ഇല്ലേ, 4 ഔട്ടർ പ്ലാനറ്റ്സ്, ഇതിൽ സാറ്റേണിന് മാത്രമല്ല റിങ്സ് ഉള്ളത്, ഈ 4 പ്ലാനറ്റ്സിനും റിങ്സ് ഉണ്ട്. പക്ഷെ വിസിബിൾ ആയിട്ടുള്ള റിങ്സ് സാറ്റേണിന് മാത്രമേ ഉള്ളൂ എന്നതാണ് സത്യം. ജൂപ്പിറ്ററിന് ഉണ്ട്, പക്ഷെ അത് കാണാൻ വളരെ പാടാണ്. ഇറ്റ്സ് വെരി ഹാർഡ് ടു സീ. അടുത്തത് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 110 ഡിഗ്രി സെൽഷ്യസ് -100 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പം സൂര്യനിൽ നിന്നും ഒരുപാട് അകലെ പോകുന്നത് കൊണ്ട് തന്നെ ടെമ്പറേച്ചർ കുറവായിരിക്കും അല്ലേ, തണുപ്പായിരിക്കും അനുഭവപ്പെടുന്നത്. അവിടുത്തെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് -110 ഡിഗ്രി സെൽഷ്യസ് ആണ്. അതുകൊണ്ട് തന്നെ ഈ പ്ലാനറ്റിനെ വിന്റർ പ്ലാനറ്റ് എന്ന് വിളിക്കും. ബിഗ്ഗസ്റ്റ് പ്ലാനറ്റ് ആണ്, അതുപോലെ തന്നെ മറ്റൊരു പേര് വിന്റർ പ്ലാനറ്റ് ആണ്. അടുത്തതായിട്ട് ഗ്രേറ്റ് റെഡ് സ്പോട്സ്, വൈൽഡ് സ്റ്റോംസ് ഉണ്ടാവാറുണ്ട്. ആ സ്റ്റോംസിന്റെ ഭാഗമായിട്ട് ജൂപ്പിറ്ററിൽ ഗ്രേറ്റ് റെഡ് സ്പോട്സ് ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ ജൂപ്പിറ്ററിലെ ഒരു ദിവസം എന്ന് പറയുന്നത് 10 മണിക്കൂറാണ്. അപ്പൊ കുറച്ചുകൂടെ സ്പീഡിലാണ് ജൂപ്പിറ്റർ കറങ്ങുന്നത്. ജൂപ്പിറ്ററിന്റെ ഒരു ദിവസം തീരാൻ എടുക്കുന്ന സമയമാണ് 10 മണിക്കൂർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ജൂപ്പിറ്ററിന് 95 മൂൺസ് ആണ് ഉള്ളത്. നമ്മുടെ എർത്തിന് ഒരു മൂണല്ലേ ഉള്ളൂ, ജൂപ്പിറ്ററിന് 95 മൂൺസ് ഉണ്ട്. അതിൽ നമുക്ക് എടുത്തു പറയുന്ന കുറച്ച് മൂൺസിന്റെ നെയിമാണ് യൂറോപ്പ്, ജാനിമീഡ് ആൻഡ് കെലിസ്റ്റോ. ഈ 3 മൂണിന്റെ പേര് ഒന്ന് ഓർത്തിരിക്കുക. ഇത് ഏത് പ്ലാനറ്റിന്റെ മൂണാണെന്ന് ചിലപ്പോൾ ചോദിക്കും. യൂറോപ്പ്, ജനിമേഡ് ആൻഡ് കെലിസ്റ്റോ ജൂപ്പിറ്ററിന്റെ മൂണാണ്. ജനിമേഡ് ഈസ് ദ ലാർജസ്റ്റ് മൂൺ ഇൻ ദ സോളാർ സിസ്റ്റം. ജനിമേഡ് ആണ് നമ്മുടെ സോളാർ സിസ്റ്റത്തിലുള്ള ഏറ്റവും വലിയ മൂൺ എന്ന് പറയുന്നത്. ജനിമേഡ് ഈസ് ദ ലാർജസ്റ്റ് മൂൺ ഇൻ ദ സോളാർ സിസ്റ്റം. അടുത്തത് സാറ്റേൺ നമുക്കറിയാല്ലേ, ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്ലാനറ്റ് ആണ്. നല്ല റിങ്സ് ഒക്കെ ആയിട്ട് ഉള്ള ഒരു പ്ലാനറ്റ് ആണ് സാറ്റേൺ എന്ന് പറയുന്നത്. സാറ്റേൺ എന്ന് പറയുന്ന ഒരു പ്ലാനറ്റിനെ, അതിന്റെ റിങ്സിനെ ആദ്യം ഐഡന്റിഫൈ ചെയ്തത് ക്രിസ്ത്യൻ ഹുഗിൻസ് എന്ന് പറയുന്നിട്ടുള്ള ഡച്ച് അസ്ട്രോണമർ ആണ്. 1655 സാറ്റേണിന്റെ റിങ്സിനെ ഐഡന്റിഫൈ ചെയ്തത് ആരാണ്? ക്രിസ്ത്യൻ ഹുഗിൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡച്ച് അസ്ട്രോണമർ ആണ്. അടുത്തത്, ലൈക്ക് ജൂപ്പിറ്റർ, സാറ്റേൺ ഓൾസോ ഹാസ് എ thick atmosphere comprising of hydrogen and helium. ഹൈഡ്രജനും ഹീലിയവും അടങ്ങിയിട്ടുള്ള ഒരു തിക്ക് അറ്റ്മോസ്ഫിയർ ആണ് ജൂപ്പിറ്ററിനെ പോലെ തന്നെ സാറ്റേണിനും ഉള്ളത്. അടുത്തത്, 1 day goes by in just 10.7 hours. കുറച്ച് ടൈം കൂടുതലാണ്. ഒരു ദിവസം പോവാനായിട്ട് 10.7 hours ആണ് ഒരു റൊട്ടേഷൻ എടുക്കുന്ന ടൈം എന്ന് പറയുന്നത്. സാറ്റേണിനാണ് ഏറ്റവും കൂടുതൽ മൂൺസ് ഉള്ളത്. 146 മൂൺസ് ആണ് സാറ്റേൺ ഉള്ളത്. അപ്പൊ ഏറ്റവും കൂടുതൽ മൂൺസ് ഉള്ള പ്ലാനറ്റ് ആരാണ്? സാറ്റേൺ ആണ്. അതുപോലെ തന്നെ സാറ്റേണിലുള്ള ലാർജസ്റ്റ് മൂണാണ് ടൈറ്റൻ എന്ന് പറയുന്നത്. അപ്പൊ സാറ്റേണിലെ ഏറ്റവും ലാർജസ്റ്റ് മൂണാണ് ടൈറ്റൻ. അതുപോലെ തന്നെ ബാക്കിയുള്ള കുറച്ച് മൂൺസിന്റെ നെയിമാണ് പാൻഡോറ, മൈമാസ് എന്നൊക്കെ പറയുന്നത് സാറ്റേണിലുള്ള മൂണാണ്. അടുത്തത് യുറാനസ്. അടുത്തതാണ് യുറാനസിനെ കുറിച്ച് നമുക്ക് നോക്കാം. ഡിസ്കവേർഡ് ബൈ ജർമ്മൻ ബ്രിട്ടീഷ് അസ്ട്രോണമർ വില്യം ഹേർഷൽ ഇൻ 1781. വില്യം ഹേർഷൽ ആണ് ആരെ കണ്ടുപിടിച്ചത്? യുറാനസിനെ കണ്ടുപിടിച്ചത്. യുറാനസ് എന്ന് പറയുന്നത് നമ്മൾ ശ്രദ്ധിച്ച ഒരു ബ്ലൂ പ്ലാനറ്റ് ആണ് അല്ലെ, ഒരു നിയോൺ ബ്ലൂ കളറാണ് ആരുടെ എന്ന് പറയുന്നത്? യുറാനസിന്റെ എന്ന് പറയുന്നത്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എർത്ത് എങ്ങനെയാണ് ബ്ലൂ പ്ലാനറ്റ് ആയത്? വാട്ടറിന്റെ പ്രസൻസ് ആണ് അല്ലെ, 70% വാട്ടർ അടങ്ങിയിട്ടുള്ളതുകൊണ്ടാണ് എർത്ത് ബ്ലൂ പ്ലാനറ്റ് ആയത്. അതുപോലെ തന്നെ ഇവിടെയും വാട്ടർ ഉണ്ട്, പിന്നെ അതിലുപരിയായിട്ട് മീഥെയിൻ, അമോണിയ ഫ്ലൂയിഡ്സ് ഉണ്ട്. അപ്പൊ മീഥെയിൻ ആണ് ശരിക്കും അത്തരത്തിലുള്ള ഒരു ബ്ലൂ കളർ ആർക്ക് കൊടുക്കുന്നത്? യുറാനസിന് കൊടുക്കുന്നത്. അറ്റ്മോസ്ഫിയർ ഈസ് മേഡ് അപ്പ് ഓഫ് ഹൈഡ്രജൻ ആൻഡ് ഹീലിയം. അപ്പം യുറാനസിന്റെ അറ്റ്മോസ്ഫിയറും ജൂപ്പിറ്ററിന്റെ സാറ്റേണിനെയും പോലെ തന്നെ ഹൈഡ്രജനും ഹീലിയവും കൊണ്ടാണ് യുറാനസിന്റെ അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കിയിരിക്കുന്നത്. ലൈക്ക് വീനസ്, യുറാനസ് റൊട്ടേറ്റ്സ് ഫ്രം ഈസ്റ്റ് ടു വെസ്റ്റ്. അപ്പം വീനസ് ആയിരുന്നു ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ കറങ്ങിക്കൊണ്ടിരുന്നത് അല്ലേ. അപ്പൊ അതുപോലെ തന്നെയാണ് യുറാനസിന്റെ കറക്റ്റ് എന്ന് പറയുന്നത്. ഈസ്റ്റിൽ നിന്ന് വെസ്റ്റിലേക്കാണ്, ക്ലോക്ക് വൈസ് ആയിട്ടാണ് യുറാനസ് കറങ്ങുന്നത്. അതുപോലെ തന്നെ യുറാനസിലെ ഒരു ദിവസം എന്ന് പറയുന്നത് 17 മണിക്കൂറാണ്. 17 മണിക്കൂറാണ് ഒരു റൊട്ടേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന സമയം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ 28 നോൺ മൂൺസ് ആണ് യുറാനസിനുള്ളത്. ഇതുവരെ കണ്ടുപിടിച്ചിട്ടുള്ളതിൽ 28 മൂൺസ് ആണ് യുറാനസിനുള്ളത്. അതിലെ മേജർ മൂൺസ് ഏതൊക്കെയാണെന്ന് നോക്കാം. മിറാൻഡ, ഏരിയൽ,
അംബ്രിയൽ, ടൈറ്റാനിയ ആൻഡ് ഒബറോൺ. ടൈറ്റാനിയ യുറാനസിനാണെങ്കിൽ ടൈറ്റൻ ആരുടെയാണ്? സാറ്റേണിന്റെ മൂണാണ്. അത് തിരിഞ്ഞു പോണ്ട, അപ്പൊ എല്ലാവരും ഒന്ന് ഓർത്ത് വെക്കുക. ടൈറ്റാനിയ യുറാനസിന്റെയും ടൈറ്റൻ സാറ്റേണിന്റെയും മൂണാണ്. അടുത്തതായിട്ട് നെപ്റ്റ്യൂൺ, നമ്മുടെ ലാസ്റ്റ് പ്ലാനറ്റ് ആയിട്ടുള്ള നെപ്റ്റ്യൂണിനെ കുറിച്ച് പഠിക്കാം. അപ്പൊ നെപ്റ്റ്യൂൺ ലാസ്റ്റ് പ്ലാനറ്റ് ഇൻ ദ സോളാർ സിസ്റ്റം. അറ്റ്മോസ്ഫിയർ മേഡ് ഓഫ് ഹൈഡ്രജൻ, ഹീലിയം ആൻഡ് മീഥെയിൻ. മീഥെയിൻ ഉള്ളത് കൊണ്ട് തന്നെ ഇതും സ്വാഭാവികമായിട്ട് എന്തായിരിക്കും? കളർ ബ്ലൂ കളർ ആയിരിക്കും. ഹാസ് 6 റിങ്സ് ബട്ട് ഹാർഡ് ടു സീ. ഞാൻ പറഞ്ഞില്ലേ എല്ലാ ഔട്ടർ പ്ലാനറ്റ്സിനും റിങ്സ് ഉണ്ട്, ഇതിനും ഉണ്ട് ഒരു 6 റിങ്സ്, പക്ഷെ അത് കാണാനായിട്ട് സാധിക്കില്ല. 1 day is equal to 16 hours. ഇവിടുത്തെ ഒരു ദിവസം, ഒരു റൊട്ടേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന സമയം എന്ന് പറയുന്നത് 16 മണിക്കൂറാണ്. അതുപോലെ തന്നെ 16 മൂൺസ് ആണ് നെപ്റ്റ്യൂണിനുള്ളത്. 16 മൂൺസ് ആണ് ആർക്കുള്ളത്? നെപ്റ്റ്യൂണിനുള്ളത്. അതുപോലെ തന്നെ ഇതിന്റെ മേജർ മൂൺസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ട്രൈറ്റൺ, നെരീഡ്, പ്രോട്ടിസ്, ലറീസ എന്നൊക്കെ പറയുന്ന മൂൺസ് ആണ് ആർക്കുള്ളത്? നെപ്റ്റ്യൂണിനുള്ളത്. യുറാനസ് ആൻഡ് നെപ്റ്റ്യൂൺ ആർ കോൾഡ് ഐസ് ജെയിൻസ്. അപ്പൊ ഈ യുറാനസും നെപ്റ്റ്യൂണും, ബ്ലൂ കളറിലുള്ള യുറാനസും നെപ്റ്റ്യൂൺസും അറിയപ്പെടുന്ന പേരാണ് ഐസ് ജെയിൻസ് എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും നമുക്കറിയാം ഏറ്റവും അവസാനം സണ്ണിൽ നിന്നും ഏറ്റവും ദൂരത്ത് കിടക്കുന്ന പ്ലാനറ്റ്സ് ആണ് യുറാനസ്, നെപ്റ്റ്യൂൺ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അതിനെ ഐസ് ജൈൻസ് എന്നാണ് വിളിക്കുന്നത്. അടുത്തതായിട്ട് ഒരാളും കൂടെ ഉണ്ട്, നമ്മുടെ ഈ സോളാർ സിസ്റ്റത്തിൽ നിന്ന്, ഈ ഒരു പ്ലാനറ്റ്സിന്റെ ഗ്രൂപ്പിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട ഒരാളാണ്. പക്ഷേ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് നമ്മുടെ പ്ലൂട്ടോ. അപ്പം പ്ലൂട്ടോ എന്ന് പറയുന്ന ഒരു പ്ലാനറ്റ് ആയിരുന്നു 2003 വരെ. പിന്നീട് 2006 ശേഷം പ്ലൂട്ടോയെ പ്ലാനറ്റ് ഗ്രൂപ്പിൽ നിന്ന് ഒഴിവാക്കി ഒരു ഡ്വാർഫ് പ്ലാനറ്റ് എന്ന് റീഡിഫൈൻ ചെയ്തു. അപ്പൊ ഈ പ്ലൂട്ടോയെ ഡിസ്കവർ ചെയ്തത് ക്ലൈഡ് ടോംബോഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സയന്റിസ്റ്റ് ആണ്. ഇൻ 1930 ക്ലൈഡ് ടോംബോഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സയന്റിസ്റ്റ് ആണ് പ്ലൂട്ടോയെ കണ്ടുപിടിക്കുന്നത്. അപ്പൊ പ്ലൂട്ടോയുടെ കറന്റ് സ്റ്റാറ്റസ് എന്ന് പറയുന്നത് ഡ്വാർഫ് പ്ലാനറ്റ് ആണ്. റൊട്ടേറ്റ്സ് ഈസ്റ്റ് വെസ്റ്റ്. അപ്പം 3 പ്ലാനറ്റ്സ് ആണ്. 2 പ്ലാനറ്റ് നമുക്ക് ഓൾറെഡി സോളാർ സിസ്റ്റത്തിൽ ഉള്ള പ്ലാനറ്റ് ആണ്. അതേതൊക്കെയാണ്? വീനസും അതുപോലെ തന്നെ യുറാനസും ആണ് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ കറങ്ങുന്നത്. അതുപോലെ തന്നെ പ്ലൂട്ടോയും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. ഇറ്റ്സ് ലൊക്കേറ്റഡ് ഇൻ ദ ക്യൂപ്പർ ബെൽറ്റ്. അതൊരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പം ക്യൂപ്പർ ബെൽറ്റിലാണ് ആരെ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്? പ്ലൂട്ടോയെ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. പ്ലൂട്ടോയ്ക്ക് 5 മൂണുണ്ട്. ഷാരോൺ ഈസ് ദ ലാർജസ്റ്റ്. അപ്പൊ പ്ലൂട്ടോയ്ക്ക് 5 മൂണാണുള്ളത്. അതിൽ ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള മൂണാണ് ഷാരോൺ എന്ന് പറയുന്നത്. ഇൻ 2006 ദ ഇന്റർനാഷണൽ ആസ്ട്രോണമിക്കൽ യൂണിയൻ ക്ലാസിഫൈഡ് പ്ലൂട്ടോ ആസ് എ ഡ്വാർഫ് പ്ലാനറ്റ്. അപ്പൊ 2006 ഇന്റർനാഷണൽ ആസ്ട്രോണമിക്കൽ യൂണിയൻ പ്ലൂട്ടോയെ ഒരു ഡ്വാർഫ് പ്ലാനറ്റ് ആയിട്ട് റീഡിഫൈൻ ചെയ്തത്. അപ്പൊ ഇത്രയാണ് പ്ലൂട്ടോയെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. അപ്പൊ നമ്മൾ സോളാർ സിസ്റ്റത്തിന്റെ ഒറിജിനെ കുറിച്ച് പറഞ്ഞു, സണ്ണിനെ കുറിച്ച് പറഞ്ഞു, പ്ലാനറ്റ്സിനെ കുറിച്ച് പറഞ്ഞു, പ്ലൂട്ടോയെ കുറിച്ച് പറഞ്ഞു. അപ്പൊ ഇതിനെ കുറിച്ചുള്ള പറഞ്ഞിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് എല്ലാവരും ഒന്ന് ഓർത്ത് വെക്കുക. ഇത് എക്സാംസിന് യൂസ്ഫുൾ ആയിട്ടുള്ള പോയിന്റ്സ് ആണ്. അപ്പൊ ഇതുപോലത്തുള്ള ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തതായിരിക്കും. അത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളതായിരിക്കും ഇതിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവർക്ക്. അപ്പൊ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും ഒരുപാട് വീഡിയോസ് ഇതുപോലത്തെ വരുന്നതായിരിക്കും. അപ്പൊ താങ്ക് യു. ഹോപ്പ് യു എൻജോയ്ഡ് ദ ക്ലാസ്.